ഫെമിനിസം പറഞ്ഞത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ വരുന്നത്, സ്ത്രീകൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ ലോകത്തോട് പറഞ്ഞു, അതെ, സ്ത്രീകൾ എന്തിനാണ് പ്രസവിക്കുന്നത്, നമുക്കിനി പ്രസവിക്കുക എന്നുള്ള പരിപാടി നിർത്താം. എത്ര റിസ്ക് ആണത്, 10 മാസം ഗർഭം ചുമക്കണം, ഒരുപാട് ബുദ്ധിമുട്ടുകളും. അതുകൊണ്ട് ഇനി ഞങ്ങൾ പ്രസവിക്കില്ല, സ്ത്രീ സമൂഹമേ നിങ്ങൾ പ്രസവിക്കരുത്. ഫെമിനിസത്തിന്റെ, റാഡിക്കൽ ഫെമിനിസത്തിന്റെ വാദമുഖം അതാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സ്ത്രീ സമൂഹം പോയാൽ, എന്തിനാണ് സ്ത്രീ സമൂഹം പ്രസവിക്കുന്നത്, ഞങ്ങൾ ആ പണിക്കില്ല എന്ന് തീരുമാനമെടുത്താൽ, എന്തിനാണ് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നത്, ഞങ്ങൾ ആ തീരുമാനത്തിന്റെ കൂടെയാണ്, ഞങ്ങൾ ഇനി വിവാഹം കഴിക്കാനില്ല, വിഹിതമായ നിയതമായ ദാമ്പത്യ ബന്ധങ്ങൾക്ക് ഞങ്ങൾക്കില്ല എന്ന് തീരുമാനമെടുത്താൽ, പിന്നെയും റാഡിക്കൽ ഫെമിനിസം ലോകത്തെ സ്ത്രീ സമൂഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അമ്മിഞ്ഞ കൊടുക്കണം, പാല് കൊടുക്കുന്നത്? നിങ്ങൾ കുട്ടികൾക്ക് പാല് കൊടുത്താൽ നിങ്ങളുടെ സൗന്ദര്യം ക്ഷയിച്ചു പോയും തകരും. അതുകൊണ്ട് സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഏർപ്പാടിന് നിങ്ങൾ നിൽക്കരുത്, നിങ്ങളുടെ കുട്ടികൾക്ക് പാല് കൊടുക്കരുത്, ചോര പൈതലുകൾക്ക് പാല് കൊടുക്കരുത് എന്ന് പറയുന്ന ഈ വികൃത റാഡിക്കൽ ഫെമിനിസത്തിന്റെ ചിന്തകൾ മാനവരാശി എവിടെ കൊണ്ടെത്തിക്കും? അതേസമയം ഇസ്ലാം പറയുക, എനിക്ക് പാല് വേണമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാതെ വിശന്നൊട്ടിയ വയറുമായി വാവിട്ട് കരയുന്ന ചോരപ്പൈതലിന്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി റഹ്മാനും റഹീമുമായ പടച്ചിറപ്പ് പറഞ്ഞ വർത്തമാനമാണ്, അവന്റെ അവകാശമാണ് അമ്മിഞ്ഞ പാലി എന്ന്, അത് അവന് കൊടുക്കേണ്ടത് മാതാവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന്.